Today our next module, testing of hypothesis. In the previous module we mentioned that the inductive inferences can be divided into two parts, namely estimation theory and testing of hypothesis. In the previous module we discussed about the estimation theory, how we find the parameter, it's a estimator, parameter and different methods, etc. etc. So in this chapter we have to discuss the testing of the hypothesis. Okay, so test of significance. The theory of testing statistical hypothesis concerns a special class of decision problem. അപ്പോൾ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസിലാണ് ഒരു ഡിസിഷൻ പ്രോബ്ലമാണ് ഇവിടെ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇതിനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഇപ്പോൾ ഒരു കർഷകൻ ഒരു പുതിയൊരു വിള, ഇപ്പോൾ ഒരു സാധനം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അത് എത്രത്തോളം സക്സസ് ആകും, അതുപോലെ എത്രത്തോളം അത് ഫെയിലർ ആകും എന്നുള്ള സാധനം എന്താണ്, ഒരു ഡിസിഷൻ പ്രോബ്ലമാണ്. അതുപോലെ തന്നെ ഒരു മെഡിസിൻ, ഒരു പുതിയ മെഡിസിൻ നമ്മൾ ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അത് ആ ഒരു പെർട്ടിക്കുലർ ഡിസീസിനെ അത് എത്രത്തോളം അത് ക്യൂർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അത് പ്രശ്നമാകുന്നുണ്ടെന്നുള്ളതൊക്കെ അങ്ങനത്തെ ഡിസിഷൻ, അതായത് ഇപ്പോൾ അതുകൊണ്ട് നല്ലത് വരുന്നുണ്ടോ ഇല്ല എന്നുള്ള ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലത്തിനാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ടെസ്റ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിളായിട്ട് നമുക്കിവിടെ പറയാം, ദ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ മേ ഹാവ് ടു ഡിറ്റർമിൻ വെദർ ഓർ നോട്ട് ദ ന്യൂ പ്രൊഡക്ഷൻ പ്രോസസ് വിൽ സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ് ദി കോസ്റ്റ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ ഒരു പുതിയൊരു പ്രൊഡക്ഷൻ അവരുടെ കോസ്റ്റ് കുറയ്ക്കോ ഇല്ല എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ദ സെയിൽസ് മാനേജർ ഓഫ് സോഫ്റ്റ് drinks manufacturing company may have to choose between newspapers and television for launching its advertising campaign. അപ്പോൾ ഒരു ന്യൂ ഒരു ഡ്രിങ്ക്സിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനായിട്ടുള്ള നമ്മളുടെ ആഡ്സൊക്കെ ന്യൂസ് പേപ്പറിൽ ടെലിവിഷനിലൊക്കെ കൊടുക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ. ദ പേഴ്സൺ എൻട്രസ്റ്റഡ് വിത്ത് ടേക്കിംഗ് സച്ച് ഡിസിഷൻ ഇൻ അഗ്രികൾച്ചറൽ, ഇൻഡസ്ട്രിയൽ, എക്കണോമിക്സ് എക്സെട്ര ഫീൽഡ്സ് ആൾവേസ് ഫേസസ് ദ റിസ്ക് ഓഫ് മേക്കിംഗ് എ റോങ് ചോയ്സ്. അപ്പോൾ അങ്ങനത്തെ ഏതൊരു ഫീൽഡ് എടുക്കാതെ റോങ് ചോയ്സ് വരാനുള്ള ചാൻസ്. അപ്പോൾ അങ്ങനത്തെ റോങ് ചോയ്സ് നമ്മൾ ഒഴിവാക്കിയിട്ട് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള, ഇപ്പോൾ നമ്മുടെ എക്കണോമിക് ഫീൽഡ് നമുക്ക് അവിടെ കോസ്റ്റ് കുറയ്ക്കണം, അതുപോലെ വേറൊരു സാധനത്തെ നമുക്ക് ലാഭം കിട്ടുന്ന രൂപത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ടെക്നിക്കിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ക്യാൻ ബി യൂസ്ഡ് ടു ഇവാലുവേറ്റ് ഓർ ക്വാണ്ടിഫൈ സച്ച് റിസ്ക് ആൻഡ് ഇഫ് പോസിബിൾ ടു പ്രൊവൈഡ് ക്രൈറ്റീരിയ ഫോർ മിനിമൈസിങ് ദി ചാൻസസ് ഓഫ് മേക്കിംഗ് റോങ് ഡിസിഷൻ. അപ്പം അങ്ങനത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റോങ് ഡിസിഷൻ മേക്കിങ്ങിന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്ന ടെക്നിക്കിന് വിളിക്കുന്ന പേരാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. Okay, if a statistical hypothesis completely specifies the distribution, it is referred to as a simple hypothesis. If it not, it referred to as a composite hypothesis. അപ്പോൾ കംപ്ലീറ്റ് അതിനെ പറ്റിയുള്ള ഡാറ്റാസ് നമുക്ക് ഒരു സ്പെസിഫിക് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ള കംപ്ലീറ്റ് ഡാറ്റാസ് നമുക്ക് ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് തരികയാണെങ്കിലാണ് നമുക്ക് എന്ത് പറ്റും, അതിനെ കംപ്ലീറ്റ്ലി സ്പെസിഫൈസ് ദ ഡിസ്ട്രിബ്യൂഷൻ. ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ്ലി സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കും. അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസ്. ഓക്കെ, നൗ നമ്മൾ എന്താണ് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ്, എന്തിനു വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് നമ്മൾ പറഞ്ഞു. സോ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് പ്രോസസ്സിൽ നമ്മൾ എടുക്കും, നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലമാണ്. അങ്ങനെ ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം ആകുമ്പോൾ അതിനൊരു ബെറ്റർ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ റോങ് ഡിസിഷൻ മേക്കിംഗ് സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കും വേണം. അപ്പോൾ ഈ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഫ് ഓൺ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം നമ്മളുടെ റോങ് ഡിസിഷൻ കുറയ്ക്കുകയാണ്. സോ ഇറ്റ്സ് എ റൂൾ ഓർ പ്രൊസീജിയർ വിച്ച് എനാബിൾ അസ് ടു ഡിസൈഡ് വെദർ ടു ആക്സെപ്റ്റ് ഓർ റിജക്ട് ദി ഹൈപ്പോത്തസിസ് ഓർ ടു determine whether observed samples differ significantly from the expected results are called test of hypothesis or test of significance. ഓക്കെ, അപ്പോൾ ഇതൊരു റൂൾ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്, നമ്മൾ എടുക്കുന്ന സാധനം ആക്സെപ്റ്റ് ചെയ്യണോ അതുപോലെ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള സാധനം. ഓക്കെ, അപ്പോൾ ഒരു റൂളാണ്, നമുക്ക് മാക്സിമം നമ്മുടെ റോങ് ഡിസിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ നമ്മൾ പറഞ്ഞ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസിൽ വി ഹാവ് ടു ഹൈപ്പോത്തസിസ് ഉണ്ട്. ഒന്ന് നൾ ഹൈപ്പോത്തസിസും ഉണ്ട്, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഉണ്ട്. ഈ നൾ ഹൈപ്പോത്തസിസ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിന് അഗനിസ്റ്റായിട്ട് നമ്മൾ എന്താണ് ടെസ്റ്റ് ചെയ്തിട്ട് വേണം അത് ആക്സെപ്റ്റ് ചെയ്യണോ അതുപോലെ റിജക്റ്റ് ചെയ്യണോ നമ്മൾ തീരുമാനിക്കുന്നത്. സോ വാട്ട് ഡു മീൻ ബൈ നൾ ഹൈപ്പോത്തസിസ്?
the hypothesis is to be tested is usually referred to as null hypothesis and is denoted by the symbol H. നമ്മൾ അവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഹൈപ്പോത്തസിനാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് വിളിക്കുക. The null hypothesis is a proposition of zero differences. Fisher has emphasized that every experiment may be said to exist only in the order to give the fact that a chance of disproving the null hypothesis. Thus, a hypothesis which is set up with the possibility of it is being rejected at some definitely probability values are called null hypothesis. Okay. അപ്പോൾ നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നൾ ഹൈപ്പോത്തസിസ് നമ്മൾ റിജക്റ്റ് ചെയ്യണോ ആക്സെപ്റ്റ് ചെയ്യണോ ഒക്കെ തീരുമാനിക്കുക. നമ്മളുടെ എന്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യാം. ഫോർ ഇൻസ്റ്റൻസ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇഫ് യു വാണ്ട് ടു ഷോ ദാറ്റ് ദ സ്റ്റുഡൻസ് ഓഫ് കോളേജ് ഹാവ് എ ഹയർ ആവറേജ് IQ ദാൻ ദ സ്റ്റുഡൻസ് ഓഫ് കോളേജ് ബി. അപ്പോൾ നമ്മളെന്താ ഒരു കോളേജ് എയിലെ കുട്ടികൾക്കാണ് കൂടുതൽ IQ കമ്പാരിറ്റീവ്ലി കോളേജ് ബി നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളവിടെ ചൂസ് ചെയ്യുന്ന നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ then we might formulate the hypothesis that there is no difference. അതായത് നമ്മളവിടെ H0 ആയിട്ട് എന്തെടുക്കുക അവിടെ IQ ലെവൽ തമ്മിൽ ഒരു ഡിഫറൻസും ഇല്ല എന്നെടുക്കുക എന്നിട്ട് അത് ഡിസ്പ്രൂവ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് H0 mu of A equal to mu of B. mu of A എന്ന് പറഞ്ഞാൽ IQ level of college A, mu of B ആണ് IQ level of college B ആയിട്ട് എടുക്കുക. In general, the null hypothesis H0 is set up for a purpose of being discredited. So we may state as our hypothesis the opposite of what we believe to be true. നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ട്രൂ ആയിട്ട് ബിലീവ് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം നൾ ഹൈപ്പോത്തസിസ് നമ്മൾ സെറ്റ് ചെയ്യാം വിത്ത് ഹോപ്പ് ദാറ്റ് ദ ടെസ്റ്റ് പ്രൊസീജിയർ വിൽ ലീഡ് ടു ദർ റിജക്ഷൻ. ഓക്കെ. ദെൻ നമ്മൾ പറഞ്ഞു നമുക്കിപ്പോൾ നൾ ഹൈപ്പോത്തസിസ് എങ്ങനെ ചൂസ് ചെയ്യണം നമ്മൾ പറഞ്ഞു. ഇനി അതിന് കറസ്പോണ്ട് ചെയ്യുന്ന ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ്. So in the testing procedure H0 is either rejected or not rejected. If H0 is rejected, it means that the data on which the test is based on do not provide sufficient evidence to cause rejection. Okay. Then if H0 is rejected, it means that the data are not comparatively with some other hypothesis. This other hypothesis is known as alternative hypothesis, which is noted by H0. The rejection or non-rejection of H0 is meaningful when it is being tested against a rival hypothesis H1. ഓക്കെ. വേറൊരു ഹൈപ്പോത്തസിസ് ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ആക്സെപ്റ്റ് ചെയ്യണം H0 ആക്സെപ്റ്റ് ചെയ്യണം അതുപോലെ റിജക്റ്റ് ചെയ്യണം നമ്മൾ തീരുമാനിക്കാം. ഫോർ ഇൻസ്റ്റൻസ് to test the lifetime of a tube light, if we set up the null hypothesis നമ്മൾ എന്തെങ്കിലും ഒരു ട്യൂബ് ലൈറ്റിൻ്റെ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ അതിൻ്റെ എത്രത്തോളം കിട്ടുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യണിട്ട് നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് ചൂസ് ചെയ്യുകയാണ്. H0 mu equal to 1200 hours. We can formulate the alternative hypothesis H1 mu less than 1200 hours or H1 mu greater than 1200 hours or H1 mu not equal to 1200 hours. ഇതിൽ മൂന്ന് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാം. But the only point is that the choice is to be made before the test procedure. അപ്പോൾ ടെസ്റ്റ് പ്രൊസീജിയറിന് മുന്നേ നമ്മൾ എന്താണ് ചോയ്സ് നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കണം. Okay. It is essential that we make a suitable choice of H1 and H1 before the test procedure applied. അപ്പോൾ ടെസ്റ്റ് പ്രൊസീജിയർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം H0 H1 നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ തീരുമാനിച്ചു വെക്കണം. സോ നമ്മൾ പറഞ്ഞു ഇതെന്താണ് ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് ഇത് ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ് ആണ്. സോ നമ്മൾക്ക് എറേഴ്സ് വരാം. സോ ഹിയർ വി ഹാവ് ടു ടൈപ്സ് ഓഫ് എറേഴ്സ്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 errors. Research requires testing of hypothesis. In this process, two types of wrong inferences can be drawn. Two types of wrong inferences വരാം. അങ്ങനെ wrong inferences നമ്മൾ എന്ത് വിളിക്കുക അതിൻ്റെ errors എന്ന് വിളിക്കാം. So we have two errors, type 1 and type 2 errors. Type 1 errors and type 2 errors. Rejecting a null hypothesis H0 when it is actually true is called type 1 error. അപ്പോൾ നമ്മളെന്ത് നമ്മളുടെ H0 അപ്പോൾ നമ്മുടെ null hypothesis ട്രൂ ആയിട്ട് നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടൈപ്പ് 1 എറർ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ എറർ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് വിളിക്കും. നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണ്, പക്ഷെ നമ്മളത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഫസ്റ്റ് ടൈപ്പ് 1 എറർ അല്ലെങ്കിൽ എറർ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് വിളിക്കും. ദെൻ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് ഫാൾസ് ആയിട്ട് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടൈപ്പ് 2 എറർ എന്ന് വിളിക്കും. ദാറ്റ് ഈസ്
accepting a null hypothesis H naught when it is false is called type 2 error or error of the second kind. നമ്മൾ അതിനൊരു ടേബിളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് നാച്ചർ എച്ച് നോട്ട് ട്രൂ, എച്ച് നോട്ട് ഫാൾസ് ആക്ഷൻ, റിജക്റ്റ് എച്ച് നോട്ട്, ആക്സെപ്റ്റ് എച്ച് നോട്ട്. ദാറ്റ് ഈസ് എച്ച് നോട്ട് ട്രൂ ആയിട്ട് നമ്മൾ എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടൈപ്പ് 1 എറർ എന്ന് വിളിക്കും. എച്ച് നോട്ട് ഫാൾസ് ആണ്, സോ നമ്മൾ എച്ച് നോട്ട് ട്രൂ റിജക്റ്റ് ചെയ്തു, നമുക്ക് പ്രശ്നമില്ല, നോ എറേഴ്സ്. എച്ച് നോട്ട് ട്രൂ ആയിട്ട് നമ്മൾ എച്ച് നോട്ട് ആക്സെപ്റ്റ് ചെയ്തു, അവിടെ എറർ ഇല്ല, കാരണം ട്രൂ ആണ്, അതുകൊണ്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് പ്രശ്നമില്ല. എച്ച് നോട്ട് ഫാൾസ് ആണ്, എച്ച് നോട്ട് ഫാൾസ് ആയിട്ട് നമ്മൾ എച്ച് നോട്ട് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എറർ വരും, ദാറ്റ് ഈസ് ടൈപ്പ് 2 എറർ. സോ ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഈ ടേബിൾ വരച്ചു കൊടുത്താലും മതി, ഓർ ഈ ഡെഫിനിഷനായിട്ട് എഴുതി കൊടുത്താലും മതി. ഓക്കെ, സോ ഇനി ഈ ടൈപ്പ് 1 എററിൻ്റെയും ടൈപ്പ് 2 എറേഴ്സിൻ്റെയും പ്രോബബിലിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. എനി ടെസ്റ്റ് എച്ച് നോട്ട് വിൽ ടെൽ us either to accept എച്ച് നോട്ട് or reject എച്ച് നോട്ട് based on the observed sample values. ഓക്കെ, ഒബ്സർവ്ഡ് സാമ്പിൾ വാല്യൂസ് അനുസരിച്ച് നമുക്ക് എച്ച് നോട്ട് ആക്സെപ്റ്റ് ചെയ്യണം, റിജക്റ്റ് ചെയ്യണം, നമുക്ക് ആ ടെസ്റ്റ് നമുക്ക് കിട്ടും. ദിസ് ഈസ് നോട്ട് പോസിബിളി ടു കമ്മിറ്റ് ബോത്ത് എറേഴ്സ് സൈമൾട്ടേനിയസ്ലി. രണ്ട് എറേഴ്സും ഒരുമിച്ച് വരുത്തേണ്ടത്, ഇങ്ങനെ നമുക്ക് നമ്മൾ ടെസ്റ്റ് നമുക്ക് കറക്റ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് എറേഴ്സും നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് വരുന്നതാണ് ആൽഫ. ആൽഫ ഈക്വൽ ടു എന്താണ്? പ്രോബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. അതായത് ടൈപ്പ് 1 എററിൻ്റെ പ്രോബിലിറ്റിയാണ് ആൽഫ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടൈപ്പ് 1 എറർ എന്തായിരുന്നു? എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യപ്പോൾ എച്ച് നോട്ട് ട്രൂ ആയിട്ട്, ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് എച്ച് നോട്ട് ഗിവൺ എച്ച് നോട്ട് ഈസ് ട്രൂ. എച്ച് നോട്ട് ട്രൂ ആയിട്ട് എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും? പ്രോബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് എച്ച് നോട്ട് വെൻ എച്ച് നോട്ട് ഈസ് ട്രൂ. സോ ആൽഫ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് എച്ച് നോട്ട് വെൻ എച്ച് നോട്ട് ഈസ് ട്രൂ. Next, beta. Beta is the probability of type 2 error. What do you mean by type 2 error? Probability of type 2 error. Type 2 error എന്താണ്? നമ്മൾ എച്ച് നോട്ട് ആക്സെപ്റ്റ് ചെയ്തു, പക്ഷേ എച്ച് നോട്ട് അവിടെ ഫാൾസ് ആയിരുന്നു. ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് ആക്സെപ്റ്റിംഗ് എച്ച് നോട്ട് ഫാൾസ് എന്ന് പറഞ്ഞാൽ അവിടെ H1 ട്രൂ ആയിരിക്കും. അതിൻ്റെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആയിട്ട് H1 ട്രൂ ആയിരിക്കും. ദാറ്റ് ഈസ് ആക്സെപ്റ്റിംഗ് എച്ച് നോട്ട് ഗിവൺ H1 ഈസ് ട്രൂ. ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് ആക്സെപ്റ്റിംഗ് എച്ച് നോട്ട് വെൻ H1 ഈസ് ട്രൂ. Okay, every test H naught has the value of the pair alpha and beta associated with. അപ്പോൾ ആൽഫയും ബീറ്റയും നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ ടൈപ്പ് 1 എററിൻ്റെയും ടൈപ്പ് 2 എററിൻ്റെയും പ്രോബിലിറ്റി നമുക്ക് മാക്സിമം മിനിമൈസ് ചെയ്താണ് കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഇനി വാട്ട് യു മീൻ ബൈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്? എന്താണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമുക്ക് ആവശ്യമാണ്? അപ്പോൾ ഇപ്പം പറഞ്ഞ അതേ കൺസെപ്റ്റിന് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ ഈ സാധനം ആക്സെപ്റ്റ് ചെയ്യണം, റിജക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്തൊരു സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ദ സാമ്പിൾ ഇറ്റ് സെൽഫ് ഈസ് എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ. യൂഷ്വലി ആൻ അപ്രോപ്രിയേറ്റ് ഫംഗ്ഷൻ ഓഫ് ദി സാമ്പിൾ ഒബ്സർവേഷൻ ഈസ് ചൂസൺ ആൻഡ് ദ ഡിസിഷൻ എയ്തർ ടു ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് the hypothesis taken based on the value of this function. ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഓർ ടെസ്റ്റ് ക്രൈറ്റീരിയൻ. ഇൻ ഓർഡർ ടു ഡിസ്റ്റിങ്ക്വിഷ് ഇറ്റ് ഫ്രം ആൻ ഓർഡിനറി ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക് ഓർ എസ്റ്റിമേറ്റർ സച്ച് ആറ്റ് എക്സ് ബാർ ഓർ എസ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ആ സാമ്പിൾസിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് എ റാൻഡം വേരിയബിൾ ബീങ് എ മെഷറബിൾ ഫംഗ്ഷൻ ഓഫ് എ റാൻഡം ഒബ്സർവേഷൻ വിച്ച് ആർ ദംസെൽസ് എ റാൻഡം. അപ്പം ടെസ്റ്റ് സ്റ്റാറ്റിക് പറഞ്ഞാൽ ഒരു റാൻഡം സാമ്പിൾ അതിൻ്റെ ഫംഗ്ഷനാണ്, അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? വീണ്ടും ഒരു റാൻഡം സാമ്പിൾ തന്നെ ആയിരിക്കും. വിച്ച് ദംസെൽഫ് ദ ടെസ്റ്റ് പ്രൊസീജിയർ therefore partition the possible values of the test statistic into two subsets, then an acceptance region of H naught and a rejection region of H. അപ്പോൾ ടെസ്റ്റ് പ്രൊസീജിയർ നമ്മളുടെ മൊത്തത്തിൽ ആ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ത് ചെയ്യുന്നു? മൊത്തത്തിലുള്ള വാല്യൂസ്, പോസിബിൾ വാല്യൂസിന് രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നത് ആക്സെപ്റ്റൻസ് റീജിയൻ ഫോർ എച്ച് നോട്ടും റിജക്ഷൻ റീജിയൻസ് ഫോർ എച്ച് നോട്ടായിട്ടും മൊത്തത്തിലുള്ള സാമ്പിൾസിന് അത് 2 പാർട്സ് ആക്കി മാറ്റും. നൗ ക്രിട്ടിക്കൽ റീജിയൻ. വാട്ട് യു മീൻ ബൈ ക്രിട്ടിക്കൽ റീജിയൻ? ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ ദ റീജിയൻ ഓഫ് റിജക്ഷൻ ആണ്. ഓക്കെ, ദ ബേസിസ് ഓഫ് ദിസ് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് ഇസ് ദ പാർട്ടീഷൻ ഓഫ് ദി സാമ്പിൾ സ്പേസ് ഇൻ ടു എക്സ്ക്ലൂസീവ് റീജിയൻ, ദാറ്റ് ഈസ് റിജക്ഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ആൻഡ് റിജക്ഷൻ ഓഫ് റീജിയൻ ഓഫ് ആക്സെപ്റ്റൻസ് ആൻഡ് റീജിയൻ ഓഫ് റിജക്ഷൻ. ഈ റീജിയൻ ഓഫ് റിജക്ഷൻ ആണ് നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ. ഇഫ് ദ സാമ്പിൾ പോയിന്റ് ഫാൾസ് ഇൻ ദ റീജിയൻ ഓഫ് റിജക്ഷൻ എച്ച് നോട്ട് നമ്മൾ എന്ത് ചെയ്യണം? റിജക്റ്റ് ചെയ്യണം. നമ്മുടെ മൊത്തത്തിൽ റീജിയനിൽ റിജക്ഷൻ റീജിയനിലാണ് നമ്മുടെ സാമ്പിൾ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ null hypothesis നമ്മൾ എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യണം, അതർവൈസ് ഇറ്റ് ഈസ് ആക്സെപ്റ്റഡ്. ദ റീജിയൻ ഓഫ് റിജക്ഷൻ ഈസ് കാൾഡ്
ക്രിട്ടിക്കൽ റീജിയൻ നമ്മളതിനെ ഒമേഗ എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ക്രിട്ടിക്കൽ റീജിയൻ എന്താ നോട്ട് ചെയ്ത് വെക്കാം, റീജിയൻ ഓഫ് റിജക്ഷൻ ആണ്. ദസ് ക്രിട്ടിക്കൽ റീജിയൻ ഈസ് ദ സെറ്റ് ഓഫ് ദോസ് വാല്യൂസ് ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വിച്ച് ലീഡ്സ് ടു ദി റിജക്ഷൻ ഓഫ് ദി നൾ ഹൈപ്പോത്തസിസ്. ഓക്കെ, അസംപ്ഷൻ റീജിയൻ ഈസ് ദ സെറ്റ് ഓഫ് ദോസ് വാല്യൂസ് ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഫോർ വിച്ച് വി ആർ അക്സെപ്റ്റിംഗ് ദി നൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ അക്സെപ്റ്റർ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നൾ ഹൈപ്പോത്തസിസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഉള്ള സ്റ്റാറ്റിസ്റ്റിക് ആ റീജിയൻ നമ്മൾ വിളിക്കുന്നതാണ് അക്സെപ്റ്റൻസ് റീജിയൻ എന്ന് വിളിക്കാം. ഹിയർ വി വാണ്ട് ടു ഫൈൻഡ് ദി ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ BCR. അതിന് നമ്മൾ ഒമേഗ ഡിനോട്ട് ചെയ്യും, ഗൈഡഡ് ഓൺലി ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മിനിമൈസിങ് ദി പ്രോബിലിറ്റീസ് ഓഫ് എറേഴ്സ് ഓഫ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറേഴ്സ്. ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും മാക്സിമം മിനിമൈസ് ചെയ്തിട്ടുള്ള റീജിയൻ നമ്മൾ വിളിക്കുന്നതാണ് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. The validity of H0 against that H1 can be tested at a certain level of significance. ഓക്കെ, അപ്പോൾ നമ്മൾ നൾ ഹൈപ്പോസിസും ആൾട്ടർനേറ്റീവ് ഹൈപ്പോസിസും നമ്മൾ ഒരു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനനുസരിച്ചാണ് നമ്മളതിനെ വാലിഡേറ്റ് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണം. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഈസ് ഡിഫൈൻഡ് as the probability of rejecting the null hypothesis H0 when it is true or probability of type 1 error. ഓക്കെ, അപ്പം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്താണ്, പ്രോബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് ദി നൾ ഹൈപ്പോത്തസിസ് ഓഫ് H. അപ്പോൾ ടൈപ്പ് 1 എററിൻ്റെ പ്രോബിലിറ്റി ആണ് എന്ത്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഫാളിങ് ഇൻ ദി ക്രിട്ടിക്കൽ റീജിയൻ. ക്രിട്ടിക്കൽ റീജിയൻ ഫാൾ ചെയ്യാനാണ് റിജക്ഷൻ റീജിയൻ വെൻ ദി നൾ ഹൈപ്പോത്തസിസ് ട്രൂ. നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആയിട്ട് അത് ക്രിട്ടിക്കൽ റീജിയൻ വീഴാതെ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി ആണ് എന്ത്, നമ്മളുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. സോ ദ സിഗ്നിഫിക്കൻസ് ലെവൽ ഈസ് ആൾസോ കാൾഡ് സൈസ് ഓഫ് ദി ക്രിട്ടിക്കൽ റീജിയൻ എന്ന് വിളിക്കും. ഓക്കെ, സൈസ് ഓഫ് ദി ടെസ്റ്റ് ഓർ പ്രൊസീജിയേഴ്സ് റിസ്ക് എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ട്രൂ ആയിട്ട് നമ്മുടെ H0 റിജക്റ്റ് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞു അതിൻ്റെ പ്രോബിലിറ്റി, ആ റീജിയനെ വിളിക്കുന്നവരാണ് ഇത് ക്രിട്ടിക്കൽ റീജിയൻ എന്ന് വിളിക്കുക. അതിൻ്റെ പ്രോബിലിറ്റി ആണ് എന്ത്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ആൽഫ. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ ആൽഫ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത്, സച്ച് ആസ് 1%, 2% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, 5% ഓഫ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എക്സെട്ര. ദാറ്റ് ഈസ് ആൽഫ. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്നാൽ പ്രോബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. ടൈപ്പ് 1 എറർ എന്തായിരുന്നു, നമ്മൾ H0 ട്രൂ ആയിട്ടും H0 റിജക്റ്റ് ചെയ്ത്, ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് H0 വെൻ H0 ഈസ് ട്രൂ. ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് X ബിലോങ്സ് ടു നമ്മളുടെ ഒമേഗ. ഒമേഗ മീൻസ് ക്രിട്ടിക്കൽ റീജിയൻ വെൻ H0 ഈസ് ട്രൂ. H0 ട്രൂ ആയിട്ടും അത് റിജക്ഷൻ റീജിയനിൽ വരുന്നതിൻ്റെ പ്രോബിലിറ്റി ആണ് എന്ത്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. The exact level of significance, the p-value is defined as the exact level of significance as the lowest significance level at which the null hypothesis can be rejected. അത് ലോവസ്റ്റ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൻ്റെ ലെവലാണ് എക്സാക്ട് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അവിടെ നമ്മൾ H0 റിജക്റ്റ് ചെയ്യാം. യൂഷ്വലി ദ p-value ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വിൽ ബി മച്ച് സ്മാളർ ദാൻ ദി കൺവെൻറ്റ്ലി ആൻഡ് ആർബിട്രറി ഫിക്സ്ഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സച്ച് ആസ് 1, 5 or 10%. നമ്മൾ സാധാരണ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനേക്കാളും സ്മോളർ വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കാം. ദ നെക്സ്റ്റ് വരുന്ന ടേംസ് ആണ് ദ ബെസ്റ്റ് ടെസ്റ്റ് ഫോർ എ സാമ്പിൾ ഹൈപ്പോത്തസിസ്. Okay, often the test statistic is to be determined by controlling alpha and beta. Alpha and beta means the error 1 and type 1 error and type 2 error probability. The ideal thing is to minimize alpha and beta simultaneously. നമ്മൾ പ്രൊസീജിയർ തന്നെ എന്താണ്, മാക്സിമം എറേഴ്സ് കുറച്ച് കൊണ്ടുവരുന്നത്, അതായത് ആൽഫയുടെയും ബീറ്റയുടെയും പ്രോബിലിറ്റി കുറച്ച് കൊണ്ടുവരും. ബട്ട് ഇൻ പ്രാക്ടീസിങ് വെൻ ആൽഫ മിനിമൈസ്ഡ് ബീറ്റ ബിക്കം ലാർജ് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ആൽഫ മിനിമൈസ് ചെയ്യുമ്പോൾ ബീറ്റ ലാർജ് ആവുന്നു, അല്ലെങ്കിൽ ആൽഫ ലാർജ് ആകുമ്പോൾ ബീറ്റ മിനിമൈസ് ചെയ്യുക എന്നുള്ള പ്രൊസീജിയറായിട്ട് സൈമൾട്ടേനിയസ്ലി ഹാപ്പൻ ചെയ്യുന്നു. ഹെൻസ് ദി അറ്റംപ്റ്റ് ടു മിനിമൈസ് ബീറ്റ ഫോർ എ ഫിക്സ്ഡ് ആൽഫ ആൻഡ് ഇഫ് ദർ എക്സിസ്റ്റ് സച്ച് എ ടെസ്റ്റ് സ്റ്റാറ്റിക് ഈസ് കാൾഡ് ബെസ്റ്റ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഫിക്സ് ചെയ്തിട്ട് മറ്റേനെ മിനിമൈസ് ചെയ്യുന്നതിനാണ് ബെസ്റ്റ് ടെസ്റ്റ് എന്ന് വിളിക്കാം. ദെൻ നെക്സ്റ്റ് വരുന്ന ടേമാണ് പവർ ഓഫ് എ ടെസ്റ്റ്. പവർ ഓഫ് എ ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ടേം എന്താണെന്ന് ചോദിക്കുക, നമ്മളുടെ ടൈപ്പ് 2 എററിൻ്റെ നമ്മൾ ടോട്ടൽ പ്രോബിലിറ്റി ടൈപ്പ് 2 എറർ മൈനസ് ചെയ്യുന്നതിനാണ് നമ്മൾ പവർ ഓഫ് എ ടെസ്റ്റ് വിളിക്കുക. ദ പ്രോബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് ദി നൾ ഹൈപ്പോത്തസിസ് നോട്ട് വെൻ ഇറ്റ് ഈസ് ആക്ച്വലി നോട്ട് ട്രൂ ഈസ് കാൾഡ് പവർ ഓഫ് എ ടെസ്റ്റ് ആൻഡ് ഈസ് ഗിവൺ ബൈ 1 മൈനസ് ബീറ്റ. ബീറ്റ എന്ന് പറയുന്നത് ടൈപ്പ് 2 എറർ ആയിരുന്നു. ടൈപ്പ് 2 എറർ എന്താണ്, നമ്മൾ H0 റിജക്റ്റ് ചെയ്യുന്നു, H0 നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, അവിടെ എന്താണ് H0 ഫാൾസ് ആയിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് ടൈപ്പ് 2 എറർ. സോ ഇറ്റ് ഈസ് ആൾസോ കാൾഡ് പവർ ഓഫ് എ ക്രിട്ടിക്കൽ റീജിയൻ. പവർ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് H0 H1 ട്രൂ. H1 ട്രൂ ആവാം, അപ്പോൾ H1 ട്രൂ പറഞ്ഞാൽ അവിടെ H0 ഫാൾസ് ആണ്. ഓക്കെ, അപ്പോൾ H1 ട്രൂ ആയിട്ട് നമ്മൾ H0 റിജക്റ്റ് ചെയ്യുന്നു. 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ആക്സെപ്റ്റിംഗ് H0 വെൻ H1 ട്രൂ.
H1 ട്രൂ ആകുമ്പോൾ നമ്മൾ H0 ആക്സെപ്റ്റ് ചെയ്യുക. അതിന് നമ്മൾ ടോട്ടൽ പ്രോബിലിറ്റി എന്ന് മൈനസ് ചെയ്യുക. 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ആക്സെപ്റ്റിംഗ് H0 വെൻ H1 true. That is 1 minus probability of accepting H0 is not true. അപ്പോൾ H0 ഫാൾസ് ആകുമ്പോൾ നമ്മൾ H0 ട്രൂ ആകുന്നതാണ് ടൈപ്പ് 2 എറർ. എന്ത് 1 എന്ന് മൈനസ് ചെയ്യുന്നതാണ് എന്ത് പവർ ഓഫ് എ ടെസ്റ്റ് പറഞ്ഞാൽ. ദാറ്റ് ഈസ് 1 മൈനസ് probability of type 2 error, that is 1 minus beta. The larger value of 1 minus beta for a fixed alpha is the better is the test is general. Power is a measure of the sensitiveness of the test. Therefore, if other things are identical, the comparison of two tests is the comparison of the respective power. Okay, next വരുന്നതാണ് ക്രിട്ടിക്കൽ വാല്യൂ. എന്താണ് ക്രിട്ടിക്കൽ വാല്യൂ? ദ വാല്യൂ ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വിച്ച് സെപ്പറേറ്റ്സ് ദ ക്രിട്ടിക്കൽ റീജിയൻ ആൻഡ് ദി അക്സെപ്റ്റൻസ് റീജിയൻ ഈസ് കാൾഡ് ക്രിട്ടിക്കൽ. അപ്പോൾ നമ്മളുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമ്മുടെ ടോട്ടൽ റീജിയൻ എന്താക്കി മാറ്റും? ടോട്ടൽ വാല്യൂസിന് ഒരു അക്സെപ്റ്റൻ റീജിയനും ഒരു റിജക്ഷൻ റീജിയനാക്കി മാറ്റുന്നുണ്ട്. അക്സെപ്റ്റൻ റീജിയൻ റിജക്ഷൻ റീജിയനാണ് ഇത് ക്രിട്ടിക്കൽ റീജിയൻ. അതിനെ വിളിക്കുന്നതാണ് ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ. ദ ക്രിട്ടിക്കൽ വാല്യൂ ഈസ് യൂഷ്വലി റിഫേർഡ് ടു ആസ് സെഡ് ആൽഫ ഓർ ടി ആൽഫ ഡിപ്പെൻഡിങ് ഓൺ ദ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. സെഡ് ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ ടി ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് നമ്മൾക്ക് സെഡ് ആൽഫ ടി ആൽഫ ആയിട്ട് നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂ എടുക്കുക. ഓക്കെ, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് യൂസ്ഡ്. വി നൗ സമ്മറൈസ് ദി സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഓഫ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസിൽ വരുന്ന പ്രൊസീജിയർ നമ്മൾ ഒന്ന് മിനിമൈസ് ചെയ്യുക. എന്തൊക്കെ സ്റ്റെപ്സാണ് ഫോളോ ചെയ്ത് നോക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെപ്പ് 1, സ്റ്റേറ്റ് ദി നൾ ഹൈപ്പോത്തസിസ് H0 ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് H1. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നൾ ഹൈപ്പോത്തസിസും ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ചെയ്യണം. സെക്കൻഡ് വൺ, ചൂസ് ദി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. 5% 1% 2% അങ്ങനെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ എന്ത് ചെയ്യണം? മെഷർ അത് ആദ്യം ചൂസ് ചെയ്യണം. വിച്ച് മീൻസ് അതിൻ്റെ ക്രിട്ടിക്കൽ, അതായത് നമ്മളുടെ റിജക്ഷൻ റീജിയൻ്റെ പ്രോബിലിറ്റിയാണ് എന്ത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. സ്റ്റെപ്പ് 3, ഡിറ്റർമിൻ ദി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സ്റ്റാറ്റിസ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഡിറ്റർമിൻ ചെയ്യണം. സ്റ്റെപ്പ് 4, ഡിറ്റർമിൻ ദി പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. അതിൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. ഫിഫ്ത്ത് വൺ, ഡിറ്റർമിൻ ദി ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ. ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ഡിറ്റർമിൻ ചെയ്യുക. ദെൻ കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ദി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതിന് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡിസിഷൻ. നമ്മളുടെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ ആണോ അല്ലേ എന്ന് കണ്ടുപിടിക്കുക. ക്രിട്ടിക്കൽ റീജിയനിലാണെങ്കിൽ എന്ത് ചെയ്യണം? അത് റിജക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് 7th സ്റ്റെപ്പ് വരാം. ക്ലിയർ. ദ നെക്സ്റ്റ് വരുന്നതാണ് നെയ്മാൻ പിയേഴ്സൺ തിയറി ഓഫ് ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ്. ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസിലെ ഒരു തിയറിയാണ് നെയ്മാൻ പിയേഴ്സൺ തിയറി. അത് നെയ്മാൻ പേഴ്സൺ ലെമ്മ വെച്ചിട്ടാണ് അത് നമ്മൾ പറയാൻ പോകുന്നത്. അത് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് പറയുന്നുണ്ട്. ദ കൺസെപ്ച്വൽ സ്ട്രക്ചർ ഓഫ് തിയറീസ് ആസ് ഫോളോസ്. ടു ടെസ്റ്റ് ദി സിമ്പിൾ H0 θ equal θ0 versus the simple H1 θ equal θ1 based on the random sample of size n. The solution is given by the celebrated Neyman-Pearson lemma. This specifies as the explicit form of the test which has pre-assigned probability of error of type 1 and minimal probability of error of type 2. Okay, this is same as maximizing power subject to the condition that the type 1 error is constant. Type 1 error constant ആക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ type 2 error നമ്മൾ മിനിമൈസ് പവർ മാക്സിമൈസ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റാണ് ഇവിടെയും വരുന്നത്. ദിസ് പ്രോസസ് ഈസ് ഇൻക്വാലൻറ്റ് ടു ദി ചൂസിങ് എ ക്രിട്ടിക്കൽ റീജിയൻ ഓഫ് സൈസ് ആൽഫ വിച്ച് ഹാസ് എ ലീസ്റ്റ് ആസ് ദ സെയിം പവർ ആസ് എനി അതർ ക്രിട്ടിക്കൽ റീജിയൻ ഓഫ് ദി സെയിം സൈസ്. ആ സെയിം സാമ്പിളിന് സെയിം സൈസ് വരുന്നതിന് ഏറ്റവും മിനിമം എന്താണ് എറർ വരുന്ന, അതായത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ വരുന്ന റീജിയനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. പവർ മാക്സിമൈസ് ചെയ്യുക എന്നുള്ള പ്രൊസീജിയറാണ്. സച്ച് എ ക്രിട്ടിക്കൽ റീജിയൻ ഈസ് കാൾഡ് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ, BCR എന്ന് വിളിക്കുക. അത് മാക്സിമം പവർ ഉണ്ടായിരിക്കണം, വിച്ച് മീൻസ് അവിടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് മിനിമൈസ് ചെയ്തുകൊണ്ടാണ് അതിനെ വിളിക്കുന്നതാണ് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ. ദ ടെസ്റ്റ് ബേസ്ഡ് ഓൺ BCR ഈസ് കാൾഡ് മോസ്റ്റ് പവർഫുൾ ടെസ്റ്റ് നമ്മളിതിനെ വിളിക്കാം. ദെൻ വാട്ട് യു മീൻ ബൈ നെയ്മാൻ-പിയേഴ്സൺ ലെമ്മ? നമ്മളൊരു n ഇൻഡിപെൻഡൻറ്റ് റാൻഡം സാമ്പിൾസ് x1 x2 x നമ്മൾ ചൂസ് ചെയ്യുന്ന കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബബിൾ ഡെൻസിറ്റി ഫംഗ്ഷൻ f of x θ ആണ്. വി ഷാൽ ഡിനോട്ട് ദി ലൈക്ലിഹുഡ് ഓഫ് ദിസ് ഒബ്സർവേഷൻ വെൻ ദി ഹൈപ്പോത്തസിസ് H0 ഈസ് ട്രൂ ബൈ P of x. H0 ആയിട്ട് നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ചൂസ് ചെയ്തു. ദെൻ ദി ഹൈപ്പോത്തസിസ് H1 ഈസ് ട്രൂ ബൈ P of x H1. That is, let H0 equal to θ equal to θ0 and H1 equal to θ equal to θ1 against ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, P of x H0 equal to f of x1 θ0 f of x2 θ0 etc. f of xn θ0 ആണ്. അവിടെ നമ്മൾ എടുക്കുന്ന പ്രോബിലിറ്റി ഓഫ് x H1 ആകുമ്പോൾ θയ്ക്ക് പകരം θ0 പകരം θ1 കൊടുക്കുന്നു.
f of x1 theta 1, f of x2 theta 2, etc., f of xn theta. Then the BCR, best critical region, is that for which k into p of x h1 greater or equal to p of x h0. അവിടെ k inside it, k എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്, പോസിറ്റീവ് ആണ്, കോൺസ്റ്റൻ്റ് ആണ്, ആൻഡ് ഈസ് ടു ബി ചൂസൺ സച്ച് ദാറ്റ് ദ സൈസ് ഓഫ് ദ ക്രിട്ടിക്കൽ റീജിയൻ ഈസ് ആൽഫ. നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ്റെ സൈസ്, അതായത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ ആൽഫ ആയിട്ട് ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ്, മോസ്റ്റ് പവർഫുൾ ടെസ്റ്റ്. വാട്ട് യു മീൻ ബൈ മോസ്റ്റ് പവർഫുൾ ടെസ്റ്റ്? If there exists a critical region C0 with greater power than any other region, വേറെ ഏതൊരു റീജിയനേക്കാളും ഗ്രേറ്റർ പവർ വരുന്ന ഒരു ക്രിട്ടിക്കൽ റീജിയനായിട്ട് നമ്മൾ C0 ചൂസ് ചെയ്യുകയാണ് എങ്കിൽ, സെയിം സൈസ് ഓഫ് ടൈപ്പ് ആണ് എറർ, ദെൻ C0 ഈസ് കാൾഡ് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ആൻഡ് ഈസ് ടെസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദിസ് ഈസ് കാൾഡ് മോസ്റ്റ് പവർഫുൾ ടെസ്റ്റ്. ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് നടത്തുന്നതിനാണ് അവിടെ നടത്തുന്ന ടെസ്റ്റിന് വിളിക്കുന്നതിനാണ് മോസ്റ്റ് പവർഫുൾ ടെസ്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് യൂണിഫോമാലിറ്റി മോസ്റ്റ് പവർഫുൾ ടെസ്റ്റ്. This method is said to be optimal if the critical region C for a fixed sample size and level of significance minimizes the probability of occurrence of the error of second kind for all range of alternative നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് 2 എറർ നമ്മൾ കുറച്ച് കൊണ്ടുവരാനാണ് ഇവിടെ ചെയ്യുന്നത്. ദിസ് ഒപ്റ്റിമൽ പ്രൊസീജിയർ മേ ആൾസോ ബി കാൾഡ് യൂണിഫോമലി മോസ്റ്റ് പവർഫുൾ ടെസ്റ്റ് ഓവർ എ വോൾ റേഞ്ച് ഓഫ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. നമ്മൾ UMPT ആണ് ഡെനോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ദ ടെസ്റ്റ് യൂസിങ് ദ ക്രിട്ടിക്കൽ റീജിയൻ C ഫോർ ടെസ്റ്റിംഗ് എ സിമ്പിൾ ഹൈപ്പോത്തിസ് അഗൈൻസ്റ്റ് എ കോമ്പോസിറ്റ്. ഒരു സിമ്പിൾ ഹൈപ്പോസിസ്, നമ്മളൊരു കോമ്പോസിറ്റ് ഹൈപ്പോസിസ് ആയിട്ട് നമ്മൾ ടെസ്റ്റിനെ വിളിക്കുന്ന, ആ ക്രിട്ടിക്കൽ റീജിയനെ വിളിക്കുന്നവരാണ് എന്ത്, ആ ടെസ്റ്റ്, ഇങ്ങനത്തെ ക്രിട്ടിക്കൽ റീജിയൻ നമ്മൾ നടത്തുന്ന പ്രൊസീജിയറിനെ ടെസ്റ്റിന് വിളിക്കുന്നവരാണത് യൂണിഫോംലി മോസ്റ്റ് പവർഫുൾ ടെസ്റ്റ്, UMPT നമ്മൾ ഡിനോട്ട് ചെയ്യും. ഒരു നോട്ടായിട്ട് വരുന്നത്, ഇഫ് വി ആർ എസ്റ്റിമേറ്റിംഗ് എഫ് ഓഫ് എക്സ് ഐ A0 A1 എക്സെട്ര AN ആസ് എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് ദി പാരാമീറ്റർ A0 A1 എക്സെട്ര AN, then xi being known as given values, the least square estimators obtained as a linear function of yi's will be MVU estimate. ഓക്കെ, അപ്പോൾ yi'സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്താൽ നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ. സോ ഈ ഒരു ചാപ്റ്റർ നമ്മൾ മെയിൻലി നമുക്ക് വരുന്ന നമ്മളുടെ എല്ലാ പുതിയ ടേംസ്, പുതിയ ഡെഫിനിഷൻ, പുതിയ ടേംസുകളൊക്കെ നമ്മൾ മെയിൻലി പറഞ്ഞു പോയിട്ടുള്ളത്. ഇത് വെച്ചിട്ടായിരിക്കും നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൽ നമ്മൾ പ്രോബ്ലംസ് ആണെങ്കിലൊക്കെ ഡീൽ ചെയ്യുക. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഓരോ ന്യൂ ടേംസ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോസിസ് എന്താണ്, അതിൽ വരുന്നിട്ടുള്ള ഓരോ ടേമുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈപ്പോസിസ്, ആൾട്ടർനേറ്റീവ് ഹൈപ്പോസിസ്, ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ, അതുപോലെ വരുന്നിട്ടുള്ള എന്താണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എക്സെട്ര ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.